അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാൽക്കപ്പ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. അപ്പോൾ അതിനൊരു കിലോ പൂള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി, വലിയ കഷ്ണമല്ല ചെറിയ കഷ്ണമല്ല, അങ്ങനെ മീഡിയം കഷ്ണത്തിനാക്കിയിട്ടുണ്ട്. നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം പാർന്ന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആ കുക്കറിലൊക്കെ ഇട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല വേവും വേണം, എന്നാൽ പറ്റങ്ങോട്ട് ഇതാവും ചെയ്യരുത്. അപ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചട്ടിക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 2 പച്ചമുളക്, 5-6 കഷ്ണമാക്കിയിട്ട് നല്ല എരിവുള്ള മുളക്, അപ്പോൾ 2 മുളകാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് പാർന്ന് കൊടുക്കുന്നത്. ഞാൻ 2-ാം പാലും 1-ാം പാലും ഒന്നുമില്ല, ഒക്കെ ഒരു പാലാക്കിക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് പൂളക്കപ്പ എല്ലാം വെന്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കുറുകി വരും. അപ്പോൾ ഒന്നും കൂടി നല്ല വേവുള്ള പൂളയല്ല, എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് മുറുകുന്നു. അപ്പോൾ അതാ ഒന്നും കൂടി മുറുകി വന്നപ്പോൾ അതിൽ കുറച്ചുകൂടി പാലൊഴിച്ച് ഒന്നുകൂടി ഇതാക്കി എടുക്കണം. ഈ പൂള തണുക്കുന്നിടത്തോളം നല്ല കുറുകി വരും. ഇപ്പോൾ പൂളയൊക്കെ മാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വേറെ ചട്ടി വെച്ച് അതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക. പിന്നെ അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ലേശം കടുകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ ചോന്ന് വരുമ്പോൾ നമുക്ക് അത് നമ്മൾ കപ്പയ്ക്ക് പാർന്ന് കൊടുക്കുക. അപ്പോൾ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ എല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നമ്മളെ കപ്പയ്ക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ പാൽക്കപ്പ ഇവിടെ റെഡിയായി. അപ്പോൾ അതാ എല്ലാവരും വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ചായക്കും ഒക്കെ നല്ല ഇതാണ്. ഇതൊക്കെ കുറച്ച് ബീഫ് വരട്ടിയതോ അല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.